കർത്താവിൻ്റെ ധന്യവരും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാത സമയത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ നമ്മെ ബലത്തോട് ജയത്തോട് നടത്തിയ കർത്താവിന് കൃപയ്ക്കായ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലെയും യതീ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും ഒരാഴ്ച നമ്മെ സ്വാധീനിക്കുവാനും കർത്താവിടെയാക്കിയതോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രേമനോട് ബന്ധപ്പെട്ടും അഭിജംശികളായിട്ടും പിന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഈ ആഴ്ചത്തെ ധ്യാനത്തിനായി നമുക്ക് അധീനമായിരിക്കുന്ന തിരുവന ഭാഗത്തേക്ക് ശ്രദ്ധയെ തിരുപ്പാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ 3 വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ സ്തോത്രം മരണശേഷം തൻ്റെ കല്ലറയുടെ വാതിക്കൽ വെച്ചിരിക്കുന്ന കല്ല് കണ്ട സഹോദരിമാരായ മതിൽക്കാരത്തെ മറിയും യാക്കോബിനമ്മ മറിയും ശലോമയും അവർ അത് കല്ല് കണ്ട സമയം തൊട്ട് അവരുടെ ഹൃദയത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഭാഗമാണ് പരിശുദ്ധമായി ഓർപ്പിക്കുന്ന ദൈവശബ്ദം. 3-ാമത്തെ വാക്യം മർക്കോസ് 16:3 വായിക്കുന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. അടക്ക ശുശ്രൂഷ അവരെ ദൂരെ നിന്ന് കണ്ടു എന്നാണ് മറ്റൊരു വേദവാദം കാണുവാൻ ഇടയാകുന്നത്. അങ്ങനെ അത് കണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഓരോ 1, 2, 3 ദിവസക്കാലം അവർ പകലും രാത്രിയിലും നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു 3-ാം ദിവസം രാവിലെ അവർ യാത്ര ചെയ്ത് യേശുവിൻ്റെ കല്ലറയ്ക്കൽ വന്ന സമയത്ത് കല്ല് ഉരുട്ടിക്കളഞ്ഞായി കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ വിവരിക്കുന്നതും ഒന്നുകൂട്ട് അവിടെ ആ ഭാഗം വിവരിക്കുന്നു. സ്തോത്രം. അവിടെ ഓർപ്പിക്കുന്നത് കല്ലറ കാണുവാൻ അവർ ചെന്നു. നേരം വെളുത്തപ്പോൾ അവർ ചെന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ അപ്പോൾ ഈ ചോദ്യമായിട്ടാണ് ചെല്ലുന്നത്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായി. ആ ഭൂകമ്പത്തിന് ശേഷം കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ വിശുദ്ധന്മാർ ഓർപ്പിക്കുന്ന ശബ്ദം നാളുകളായി മാസങ്ങളായി വർഷങ്ങളായി ജീവിതത്തിൻ്റെ മുമ്പിൽ ഉള്ള ആത്മീയമായോ ഭൗതികമായോ ശാരീരികമായോ തലമുറയോട് ബന്ധപ്പെട്ട് നീങ്ങിപ്പോകാത്ത ചില വലിയ കല്ലുകൾ. സ്വന്തം അവിടെ മത്തായിലും മർക്കോസും ഇരിക്കുന്നത് അത് ഏറ്റവും വലുതായിരുന്നു എന്നാണ്. മർക്കോസ് വായിക്കുന്നത് ഏറ്റവും വലുതായിരുന്നു, വലിയ കല്ലായിരുന്നു, അത് ഏറ്റവും വലുതായിരുന്നു. വലുതായ ചില കല്ലുകൾ. ചെറിയ കല്ലുകളായി ജീവിച്ചപ്പോൾ ചെറിയ കല്ലുകളൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ആത്മീയ ആരാധനയിലൊക്കെ എന്ത് ചെയ്യും, അത് സ്വതന്ത്രം ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വലിയ കല്ലുകൾ അവിടെ ശേഷിക്കും. നമുക്കറിയാമല്ലോ, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ജലപ്രളയം ഉണ്ടാകുന്ന നദിയിലൊക്കെ ചെറിയ കല്ലുകളൊക്കെ വെള്ളത്തെ ഒഴുക്കി പോകും. വലിയത് അവിടെ നിൽക്കുവാണ്ടിയാകും. സ്വതന്ത്രം. വലിയ ചില പ്രശ്നങ്ങൾ, വലിയ ചില ഭാരങ്ങൾ, വലിയ ചില കല്ലുകൾ, മാസങ്ങളായി നീങ്ങിപ്പോകാത്ത, വർഷങ്ങളായി നീങ്ങിപ്പോകാതെ കല്ലുകൾ ഉരുട്ടിക്കളയുന്ന ഓർത്ത് ഭാരപ്പെടുന്ന സ്തോത്രം വ്യക്തികളുടെ മേൽ, അവസ്ഥകളുടെ മേൽ, വിഷയത്തിന്മേൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനെ കരം ഇറങ്ങുന്നുവെന്ന് ദൈവാത്മാവ് രാവിലെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അവിടെ വായിക്കുന്നു, അവിടെ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ദൂതനിറങ്ങി വന്നു. ഇന്ന് നമുക്ക് വ്യക്തിപരമായി ചെയ്യുവാൻ കഴിയാത്ത, നമുക്ക് സാധ്യമാകാത്ത പലതും ചെയ്യുവാൻ ദൂതന്മാരുണ്ട്. നമ്മൾ ഏഞ്ചലോളജി പഠിക്കുമ്പോൾ ആ വിഷയം അറിയാം. എബ്രായലേഖനം 2-ാം അധ്യായം 1-ാം അധ്യായത്തിലൊക്കെ 1ഉം 2ഉം അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ദൂതന്മാരെയൊക്കെ വലിയവനായ യേശുവിനെ പറ്റിയാണ് സ്തോത്രോട് വായിക്കുന്നത്. ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണ്. സ്തോത്രം. ഏത് സാഹചര്യത്തെയും ദൂതന്മാരാക്കുവാൻ കാറ്റുള്ള ദൂതന്മാരാക്കുന്ന എഴുതിയിട്ടുണ്ട്. ദൂതന്മാർ സേവകർ, നമുക്ക് വേണ്ടി സേവിക്കുവാൻ, നമുക്ക് എന്ന് ചെയ്യുവാനായിട്ട്, കൽപ്പന കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുന്ന ദൂതന്മാർ. ആ ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും ഈ കല്ലുരുട്ടി മാറ്റാനായിട്ട്. ഇന്ന് രാവിലെ അസാധ്യമേറിയ
ആ ചില ഭാരങ്ങൾ, ഒഴിഞ്ഞു മാറാത്ത, നീങ്ങിപ്പോകാത്ത, ഉരുണ്ടു പോകാത്ത ഭാരങ്ങൾ മുമ്പിലായിരിക്കുന്ന എന്നെ കേൾക്കുന്നതിനോട് ദൈവമ പറയുന്നു, സ്വതം നിനക്ക് വേണ്ടി കല്ലുരുട്ടിക്കളാൻ ആരുമില്ല. ചിന്തിക്കേണ്ട. നിന്റെ ചോദ്യത്തിന് ഉത്തരമായി, നിന്റെ പ്രശ്ന പരിഹാരമായ ദൂതൻ ഇറങ്ങാൻ പോവുകയാണ്. നീ വിശ്വസിക്കുക, പ്രതീക്ഷയോട് പ്രാർത്ഥിക്കുക. ആമേൻ. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഉപമയായി യേശു കർത്താവ് പറഞ്ഞപ്പോൾ, അവൾക്ക് വിധവ കുറെ കാലമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പരിശ്രമിച്ചിട്ട് അവളുടെ വിഷയത്തിന് പരിഹാരമില്ലായിരിക്കുന്നതിനാൽ അവൾ എന്ത് ചെയ്യാണ്? ആ ന്യായാധിപനെ അസഹ്യപ്പെടുത്തിയെന്നാണ്. ഈ ദിവസം അസഹ്യപ്പെടുത്തുകൊണ്ട്, ദൈവമേ നീ വിടുവിക്കണമേ, ഈ ഭാരം നീക്കണമേ എന്ന് പറഞ്ഞ് നീ തുടർമാനമായി അസഹ്യപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുവാൻ ദൈവം മതിയാകാണ്. ദൈവത്തിൽ ഒറ്റ ദൂതൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. ഒരു ദൂതൻ തന്നെ 1,85,000 പേരെ നിഗ്രഹിച്ചാണ് നമുക്ക് കാണാൻ വേണ്ടിയാകും. ഒരു ദൂതൻ മതി നിനക്ക് വേണ്ടി ഇതിനെ കാര്യം ചെയ്യുവാൻ. ഇന്ന് രാവിലെ ദൈവമ പറയുന്നു, നീങ്ങിപ്പോകാത്ത, ഉരുണ്ടു പോകാത്ത കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തെ ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വീണ്ടും പഴയ പുതിയ മത്തിലും ഇത് വളരെ വിസ്താരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ സമയ ചുരുക്കമുണ്ടല്ലോ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൽ നിങ്ങൾ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്ഥലത്തിന് ഗിൽഗാൽ എന്ന പേർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്ന എന്ന കല്ല് ഉരുട്ടി മാറ്റുന്നു. ഹല്ലേലൂയ. അവിടെ ഏറ്റവും വലിയതിനെ നീങ്ങിപ്പോകാതെ, സ്തോത്രം, ഇന്ന് പ്രശ്നമായി തുടരുന്ന ചില കല്ലുകളെ ഉരുട്ടി മാറ്റും. ഇവിടെ നിന്നയുടെ കല്ല് ഉരുട്ടി മാറ്റുന്നു. ലൂക്കോസ് 1-ാം വാക്യത്തിലും അവിടെ സക്കറിയാവിന് യെരൂശലേം ജീവിതത്തിൽ വർഷങ്ങളായി അവർക്ക് മനുഷ്യരുടെ ഇടയിൽ, വീട്ടിനകത്തല്ല പുറത്തിറങ്ങുന്നതിൽ നിന്ന് മനുഷ്യരുടെ നിന്ന നീക്കുവാൻ കർത്താവ് കടാക്ഷൻ നാളിൽ നിന്നാണ് ഇരിക്കുന്ന. സ്തോത്രം. ഇന്ന് രാവിലെ അമ്മ പറയുന്നു, നീ വർഷങ്ങളായി അനുഭവിക്കുന്ന മനുഷ്യരുടെ പറയപ്പെടുന്ന നിന്നെപ്പെടുന്ന നിന്ദകൾ നീക്കുവാൻ കർത്താവ് കടാക്ഷികൾ ദിവസമാക്കി ഈ ദിവസത്തെ സ്വർഗം മാറ്റട്ടെ എന്ന ആത്മാവ് ഞാൻ കൽപ്പിക്കുക. നീ വിശ്വസിക്കുക. യവനത്തിന്റെ ശക്തി നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ, നീ ആയിരിക്കും ബിസിനസ് മേഖലയെ, നിന്റെ ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥന വിഷയത്തിന്മേൽ, ഭൗതിക വിഷയത്തിന്മേൽ, ശാരീരിക വിഷയത്തിന്മേൽ, മരുന്ന് കഴിച്ചിട്ടും, സ്വന്തം ഇഞ്ചക്ഷൻ എടുത്തും, ഹല്ലേലൂയ ആയുർവേദം എടുത്തിട്ടും, സ്വന്തം അലോപ്പതി എടുത്തിട്ടും, ഹോമിയോ എടുത്തിട്ടും ഒന്നും മാറ്റമില്ല. തുടരുന്ന ചില ഉരുണ്ടു മാറാത്ത രോഗബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിലും ഈ രാവിലെ ഉരുട്ടി മാറ്റുന്ന ദൈവ സാന്നിധ്യത്തിനൊക്കെ വെളിപ്പെടാൻ പോകുന്ന ദൈവാത്മാവ് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉരുട്ടി മാറ്റുന്ന കർത്താവ്, നിന്നെ ഭാരപ്പെടുന്ന കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന ദൈവ സാന്നിധ്യം ഈ രാവിലെ ദൈവസഭ അനുഭവിക്കുന്ന ഓർത്ത കർത്താവിനെ സ്തുതിക്കുക. 21-ാം അധ്യായത്തിൽ മത്തായി 22 എഴുതിക്കുന്ന ഒരു മറ്റൊരു മർമ്മം പറഞ്ഞാൽ, ഉരുട്ടിയ കല്ല് ആമേൻ അവിടെ ഇട്ടിട്ട് പോവുകയല്ല, ആ ഉരുട്ടിയ കല്ലിൻ്റെ മേൽ, അതിന്മേൽ ഈ ഉരുട്ടിയ ദൂതൻ ഇരിക്കുന്നു. ഇനി മേലാൽ നിന്നെ ഇത്ര നാൾ ഭാരപ്പെടുത്തി ആ കല്ല് ഇനി ഒരു ഭാരമായി തുടരാതിരിപ്പാൻ ആ കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇനിയും ഇത്രയും നാളും എൻ്റെ ദാസിയെ അലട്ടി ഈ ഭാരമുള്ള കല്ല് ഇനി അവനുമേ തിരിച്ചുരുളാതിരിപ്പാനൊക്കെയാണ് ദൂതന്റെ കൈ. ദൂതൻ അതിന്മേ ഇരിക്കുന്നുവെന്നാണ് ഇരിക്കുന്നത്. സ്വതം നമ്മൾ യെശയ്യാ 45-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്, നിനക്ക് വേണ്ടി നാളിട പ്രാർത്ഥിച്ച തുറന്ന വാതിലുകൾ അടയാതിരിക്കുന്ന അവൻ വലങ്കൈ പിടിച്ചിരിക്കുന്നു. യെശയ്യാ 41, നിനക്ക് വേണ്ടി തുറന്ന വാതിൽ അടയാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. വാതിൽ തുറക്കുക മാത്രമല്ല, കല്ല് ഉരുട്ടുക മാത്രമല്ല, വീണ്ടും നിന്റെ മേൽ ഉരുണ്ടു വരാതിരിപ്പാൻ, ആ തുറന്ന വാതിൽ അടയാതിരിപ്പാൻ ദൈവത്തിന്റെ വലങ്കരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൂതൻ അതിന്മേൽ ഇരിക്കുകയാണ്. അങ്ങനെ നിന്നെ പരസ്യമായി മാനിക്കുവാൻ സ്വർഗം താല്പര്യപ്പെടുന്ന കർത്താവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി ആര് കൽവെട്ടി മാറ്റുമെന്ന് ഓർത്ത് ഭാരപ്പെടില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, തലമുറകളെ, കുടുംബങ്ങളെ, സഭകളെ ദൈവം വിടുവിക്കണമേ. ഈ രാത്രി ദൈവം അവൻ്റെ കൽവെട്ടി മാറ്റി, ഈ ദിവസം ഉരുട്ടി മാറ്റി എന്ന് വ്യക്തമായി പറയത്തക്കോ നന്മയ്ക്കാൽ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുമേൽ, വ്യക്തികളുമേൽ, സഭകളുമേൽ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും ഭാരമുള്ളതിനെ ഏറ്റവും വലുതെ ഉരുട്ടി മാറ്റുന്ന ഒരു ഗിൽഗാലിന്റെ അനുഭവം യേശുവിന്റെ നാമത്തിന്മേൽ കൽപ്പിച്ചു വരുത്തും. സ്വർഗ്ഗ പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.